വിശാൽ അവന്റെ സുഹൃത്ത് മായങ്കും കാമുകി ആകാംക്ഷയ്ക്കുമൊപ്പം ഒരു കഫേയിൽ ബർത്ത്ഡേ പാർട്ടി നടത്തുകയായിരുന്നു. അവിടെ ആളുകൾ ഒരുപാട് ആസ്വദിക്കുകയും അവർ കാപ്പി കുടിക്കുകയും മറ്റും ചെയ്യുകയായിരുന്നു. അതിനുശേഷം അവർ പിറന്നാൾ കേക്ക് ഓർഡർ ചെയ്യുവാൻ വേണ്ടി കൗണ്ടറിലേക്ക് പോകുന്നു. സർ, ഞങ്ങൾക്ക് ചോക്ലേറ്റ് കേക്ക് മാത്രമേ ഉള്ളൂ. ഒരു കേക്കിന് 400 രൂപയാണ് വില. നിങ്ങൾ 2 കേക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് കിട്ടും. ശരി ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് 2 ചോക്ലേറ്റ് കേക്ക് തന്നേക്കും. ലോജിക്കൽ ആർമി, എന്താ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ? 20% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അവർ എത്ര രൂപ അവിടെ കൊടുക്കേണ്ടി വരുമെന്ന് നന്നായി ചിന്തിക്കൂ. ഒരു കേക്കിന്റെ വില 400 രൂപയാണ്. അപ്പോൾ 2 എണ്ണത്തിന് 800 രൂപ. അപ്പോൾ 800ന്റെ 20% എന്ന് പറയുന്നത് 160 ആണ്. എന്നുവെച്ചാൽ അവർക്ക് 160 രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അവർ കൊടുക്കേണ്ടത് വെറും 640 രൂപയാണ്. കുറച്ചു കഴിഞ്ഞതും അവിടുത്തെ വെയിറ്റർ അവരുടെ ടേബിളിൽ കേക്കുകൾ കൊണ്ടുവച്ചു. വിശാൽ കേക്ക് മുറിച്ചു. എന്നിട്ട് അവർ കേക്ക് കഴിക്കുകയും എല്ലാവരുടെയും മുഖത്ത് കേക്ക് തേക്കുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് വിശാലിന് തല കറങ്ങുന്നത് പോലെ തോന്നി. അയാൾ ബോധം കെട്ട് താഴെ വീഴുന്നു. മായങ്കും ആകാംക്ഷയും വിശാലിനെ ഉടൻ തന്നെ എടുത്ത് കസേരയിൽ ഇരുത്തുന്നു. വിശാലിന് അപ്പോഴേക്കും ബോധം നഷ്ടപ്പെട്ടിരുന്നു. കഫേയുടെ മാനേജർ അപ്പോൾ തന്നെ അയാളുടെ കാറിൽ വിശാലിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. മായങ്കും ആകാംക്ഷയും കാറിൽ കയറി. കഫേയിൽ നിന്നും ഹോസ്പിറ്റലിലേക്ക് പോകുവാൻ 3 വഴികളുണ്ട്. ആദ്യത്തെ വഴി ചേതക് ബ്രിഡ്ജിലൂടെ കയറി പോകുന്നതാണ്. അതിലൂടെ പോയാൽ ഹോസ്പിറ്റലിലേക്ക് എത്തുവാൻ 4 കിലോമീറ്റർ ദൂരമുണ്ട്. രണ്ടാമത്തെ വഴി MLB റോഡ് വഴിയാണ്. പക്ഷേ അതുവഴി പോയാൽ 5 കിലോമീറ്റർ ദൂരമുണ്ട്. എന്നാൽ ഇതുവഴി ട്രാഫിക് കുറവാണ് താനും. മൂന്നാമത്തെ വഴി പന്ത് കോളനിയിലൂടെ ഉള്ളതാണ്. ഇത് ഏറ്റവും ഷോർട്ട് കട്ടായിട്ടുള്ള വഴിയാണ്. പക്ഷേ ഇതൊരു സിംഗിൾ വേ റോഡാണ്. എതിർവശത്തു നിന്നും ഏതെങ്കിലും വണ്ടി വരികയാണെങ്കിൽ അത് ബ്ലോക്ക് ആവുവാൻ സാധ്യതയുണ്ട്. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. വേഗം ഹോസ്പിറ്റലിലേക്ക് എത്തുവാൻ അവർ ഏത് വഴിയായിരിക്കും തിരഞ്ഞെടുക്കുക? അവർ മൂന്നാമത്തെ വഴിയിലൂടെ എന്തായാലും പോവില്ല. ഒരുപാട് റിസ്കുകളുണ്ട്. എതിരെ നിന്നും വലിയ വണ്ടി ഏതെങ്കിലും വരികയാണെങ്കിൽ അവർ ബ്ലോക്കിൽ പെടുക തന്നെ ചെയ്യും. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാൻ വീണ്ടും താമസിക്കും. ആദ്യത്തെ വഴി ഒന്ന് ശ്രദ്ധിക്കൂ. ബ്രിഡ്ജ് കഴിഞ്ഞാൽ അവിടെ വലിയൊരു ട്രാഫിക് ഉണ്ട്. രണ്ടാമത്തെ വഴിയിൽ കൂടെ പോകുന്നത് തന്നെയാണ് നല്ലത്. അവർ രണ്ടാമത്തെ വഴിയിലൂടെ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്നെത്തുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും വിശാൽ മരിച്ചിരുന്നു. ഡോക്ടർ വിശാലിന്റെ ഡെഡ് ബോഡി പരിശോധിച്ച ശേഷം ഇങ്ങനെ പറഞ്ഞു: വിഷമുള്ളിൽ ചെന്നതിലാ ഇയാളുടെ മരണം സംഭവിച്ചത്. ഇയാൾ കഴിക്കുകയോ കുടിക്കുകയോ ചെയ്ത ഏതോ സാധനത്തിൽ വിഷമുണ്ടായിരുന്നു. വിശാലിന്റെ ഗേൾഫ്രണ്ട് ആകാംക്ഷ കരയുവാൻ തുടങ്ങി. എന്നിട്ട് അവൾ മാനേജറോട് ഇങ്ങനെ പറഞ്ഞു: നിങ്ങളുടെ കേക്കിൽ വിഷമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. അതെങ്ങനെ ശരിയാകും മാഡം? നിങ്ങൾ എല്ലാവരും ആ കേക്ക് കഴിച്ചതല്ലേ? പക്ഷേ ആകാംക്ഷയും മെഹങ്കും മാനേജറുമായി വഴക്കുണ്ടാക്കുന്നു. മാനേജർ ഉടൻ തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോണിൽ വിളിക്കുന്നു. കേസ് അന്വേഷിക്കുന്നതിനായി മെഹുൽ ഉടനടി തന്നെ അവിടേക്ക് എത്തിച്ചേരുന്നു. ഞാൻ ഡിറ്റക്റ്റീവ് മെഹുൽ. ഉണ്ടായ കാര്യങ്ങൾ സത്യമായി എന്നോട് പറയാം. വിശാലിന്റെ ഗേൾഫ്രണ്ട് ആകാംക്ഷ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും മെഹുലിനോട് പറയുന്നു. വെരി ഇൻട്രസ്റ്റിംഗ്. ഒരാൾ ഒരു കേക്ക് കഴിച്ച് എങ്ങനെയാ മരിക്കുന്നത്? ഇതിലെന്തോ കുഴപ്പമുണ്ടല്ലോ. ഈ കേക്ക് നിങ്ങൾ എല്ലാവരും കഴിച്ചതാണല്ലോ. മെഹുൽ മെഹങ്കിനോടും ആകാംക്ഷയോടും മാനേജരോടും ഒപ്പം കഫയിലേക്ക് പോകുന്നു. എന്നിട്ട് ഡെഡ് ബോഡി ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് അയക്കുന്നു. കഫയിൽ ആ കേക്ക് ഇപ്പോഴും അവരുടെ ടേബിളിൽ തന്നെ ഉണ്ടായിരുന്നു. മെഹുൽ ടെസ്റ്റ് ചെയ്യുവാനായി കേക്കിന്റെ കുറച്ച് സാമ്പിൾ എടുക്കുന്നു. എന്നിട്ട് ഡോക്ടർ സഞ്ജനയുടെ ലാബിലേക്ക് എത്തുന്നു. ലാബിന്റെ വാതിൽ ഒരു ലോജിക്കൽ പാസ്വേഡ് ഉപയോഗിച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഫുട്ബോൾ, ഷൂസ്, സോക്സ്, ഗ്ലൗസ്. ഈ 4ലും ഓഡ് വൺ ഔട്ട് ഏതാണ്? എന്താ നിങ്ങൾക്ക് ഇതിന്റെ ഉത്തരം പറയുവാൻ സാധിക്കുമോ? ഫുട്ബോൾ, ഷൂസ്, സോക്സ് ഇവയുടെ കണക്ഷൻ കാലുമായാണ്. എന്നാൽ ഗ്ലൗസ് കൈകളുമായാണ് കണക്ട് ആയിരിക്കുന്നത്. മെഹുൽ ഗ്ലൗസിന്റെ ബട്ടൺ അമർത്തുകയും വാതിൽ തുറന്ന ലാബിനകത്തേക്ക് കയറുകയും ചെയ്തു. ലാബിനുള്ളിൽ ഡോക്ടർ സഞ്ജനയും ചോക്ലേറ്റ് കേക്ക് കഴിക്കുകയായിരുന്നു. ഡോക്ടർ സഞ്ജന, ചോക്ലേറ്റ് കേക്ക് കഴിച്ചാ ഇയാൾ മരിച്ചത്. നിങ്ങളും ചോക്ലേറ്റ് കേക്ക് കഴിക്കുകയാണോ? നിങ്ങൾ എന്നെ പേടിപ്പിക്കുകയാണോ? പക്ഷെ ഞാൻ അങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലല്ല കേട്ടോ. അതെനിക്കറിയാം. നിങ്ങൾ വലിയ ധൈര്യമുള്ള സ്ത്രീയാണ്. വേഗം ഈ ഡെഡ് ബോഡിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്ക്. എനിക്ക് ഇയാളുടെ മരണം എങ്ങനെയാ സംഭവിച്ചതെന്ന് അറിയണം. ഡോക്ടർ സഞ്ജന വിശാലിന്റെ ഡെഡ് ബോഡിയുടെ വിശദമായ പരിശോധന നടത്തുന്നു. ആ സമയം മെഹുൽ റിലാക്സ് ചെയ്തിരുന്ന ഡിറ്റക്റ്റീവ് IQ ക്ലബിന്റെ പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. ഡിറ്റക്റ്റീവ് IQ ക്ലബിൽ ഡെയിലി ഫൺ റീൽസുകളും കളികളും ഒക്കെ ഉണ്ട്. നിങ്ങളും ഇപ്പോൾ തന്നെ വാട്സ്ആപ്പിലൂടെ ഡിറ്റക്റ്റീവ് IQ ക്ലബിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് ഡെയിലി പസിൽസിന്റെ രസത്തിൽ പങ്കുചേര്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ഉണ്ട്. മെഹുൽ തന്റെ മൊബൈലിൽ ഇതുപോലെ ഒരുപാട് പസിൽ സോൾവ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഡോക്ടർ സഞ്ജന അവിടേക്ക് എത്തുന്നു. ഡോക്ടർ സഞ്ജന മെഹുലിനോട് ഇങ്ങനെ പറയുന്നു: വിശാലിന്റെ മരണം കേക്ക് തിന്നതുകൊണ്ടല്ല സംഭവിച്ചതെന്നും കോഫി കുടിച്ചതുകൊണ്ടാണെന്നും.
ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ആ കഫേയിൽ വെച്ച് കോഫിയിൽ വിഷം ചേർത്ത് വിശാലിന് നൽകിയതാണ്. മെഹുൽ വേഗം തന്നെ തന്റെ കാറിൽ അവിടെ നിന്നും തിരിക്കുന്നു. കഫേയിൽ എത്തിയതിനു ശേഷം മെഹുൽ മെഹങ്കിനെയും ആകാംക്ഷയും ഫോണിൽ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ആകാംക്ഷ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കോഫി കുടിച്ചിരുന്നു? അതെ സർ, കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് ഞങ്ങൾ 2 കപ്പ് കോഫി ഓർഡർ ചെയ്തിരുന്നു. മാനേജർ, സത്യം പറയും, നിങ്ങൾ കോഫിയിൽ വിഷം ചേർത്തത് എന്തിനാണ്? സർ, ഞാൻ കോഫിയിൽ വിഷം ചേർത്തിട്ടില്ല. ഞാൻ എന്റെ കൈകൊണ്ട് കോഫി തൊട്ടിട്ട് പോലുമില്ല. ഇവിടെ രാകേഷാണ് കോഫി ഉണ്ടാക്കുന്നത്. വേണമെങ്കിൽ സാറിന് അയാളോട് ചോദിക്കാം. മെഹുൽ രാകേഷിനെ ചോദ്യം ചെയ്തു. അപ്പോൾ അയാൾ പറഞ്ഞു അയാൾ കോഫി ഉണ്ടാക്കി സച്ചിന്റെ കയ്യിൽ കൊടുത്തുവെന്ന്. സച്ചിനാണ് കോഫി സെർവ് ചെയ്യുവാൻ പോയതെന്ന്. അതിന്റെ അർത്ഥം ഇടയ്ക്ക് വെച്ച് സച്ചിൻ എന്തോ കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്നാണ് മെഹുൽ സച്ചിനെ വിളിപ്പിക്കുന്നത്. പക്ഷെ അപ്പോൾ സച്ചിൻ കഫേയിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ, ഇതിന്റെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ആരെയും പുറത്തേക്ക് വിടരുതെന്ന്. പിന്നെ സച്ചിനെ എങ്ങനെയാ പുറത്തേക്ക് പോയത്? സർ, ഞാൻ വിശാലിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോയപ്പോൾ മുതൽ സച്ചിനെ കാണാനില്ലായിരുന്നു. മെഹുൽ മാനേജറുടെ കയ്യിൽ നിന്നും സച്ചിന്റെ അഡ്രസ് വാങ്ങുന്നു. സച്ചിന് ഒരു അഡ്രസ് അല്ല, മറിച്ച് 3 അഡ്രസ്സുകളാണുള്ളത്. ആദ്യത്തെ വീട് JP കോളനിയിലാണ്. രണ്ടാമത്തെ വീട് അയാളുടെ സഹോദരന്റേതാണ്. മൂന്നാമത്തേത് അയാൾ വാടകയ്ക്ക് താമസിക്കുന്ന മുറിയുടേതാണ്. ലോജിക്കൽ ആർമി. 3 സ്ഥലങ്ങളുടെയും അഡ്രസ്സും ഫോട്ടോയും കണ്ടതിന് ശേഷം അയാൾ എവിടെയാണ് പോയിരിക്കുക എന്ന് നിങ്ങൾക്ക് പറയാമോ? സച്ചിന്റെ 3ാമത്തെ അഡ്രസ്സിന്റെ ഫോട്ടോയിൽ ബസ് സ്റ്റാൻഡ് 1 കിലോമീറ്റർ എന്ന് എഴുതിയിരിക്കുന്നു. അവിടെ ചെന്ന് അവന്റെ മുഴുവൻ സാധനങ്ങളും എടുത്ത് എത്രയും വേഗം ബസ്സും പിടിച്ച് ടൗണിൽ നിന്നും പുറത്തു പോകുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ മെഹുൽ അവനേക്കാളും വലിയ അഭ്യാസിയാണ്. മെഹുൽ അപ്പോൾ തന്നെ നഗരത്തിന്റെ അതിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് സച്ചിന്റെ ഫോട്ടോയും മുഴുവൻ വിവരങ്ങളും അയച്ചു കൊടുക്കുന്നു. കുറച്ചു കഴിഞ്ഞതും മെഹുലിന് ഒരു ഫോൺ വരുന്നു. നഗരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ബസ്സിൽ സച്ചിൻ ഇരിക്കുന്നുണ്ടെന്ന വിവരം പോലീസുകാരൻ മെഹുലിന് നൽകുന്നു. ചെക്കിങ്ങിനിടയിൽ പോലീസ് സച്ചിനെ പിടികൂടുന്നു. നിങ്ങൾ അവനെ തടഞ്ഞു വെക്ക്, ഞാൻ ഉടനെ തന്നെ അവിടേക്ക് എത്താം. മെഹുൽ ഉടൻ തന്നെ അതിർത്തി പോലീസ് സ്റ്റേഷനിലേക്ക് തിരിക്കുന്നു. കഫേയിൽ നിന്നും പോലീസ് സ്റ്റേഷൻ വരെ പോകുന്നതിന് 3 വഴികളുണ്ടായിരുന്നു. ആദ്യത്തെ വഴി ബസ് സ്റ്റാൻഡിന് സമീപത്ത് കൂടിയുള്ളതാണ്, പക്ഷേ അത് ദൂരം കൂടിയതാണ്. രണ്ടാമത്തെ വഴി കാടിനുള്ളിൽ കൂടിയുള്ളതാണ്, പക്ഷേ ആ വഴി മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. അവിടെ കുണ്ടും കുഴിയും ചെളിയും നിറഞ്ഞതാണ്. മൂന്നാമത്തെ വഴി നദിയുടെ കരയിൽ കൂടിയുള്ളതാണ്. ഇത് വളരെ ഷോർട്ട് കട്ടുമാണ്. എന്നാൽ പുഴയുടെ കരയിൽ നിർമ്മിച്ച ചെറിയ കുളത്തിൽ നിന്നും വെള്ളം റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ അതുവഴിയുള്ള യാത്ര പ്രയാസവും അപകട സാധ്യതയുള്ളതുമാണ്. ലോജിക്കൽ ആർമി. മെഹുൽ ഏത് വഴിയായിരിക്കും തെരഞ്ഞെടുക്കുക? മെഹുൽ നദിക്കരയിലൂടെയുള്ള റോഡിൽ കൂടി എന്തായിരുന്നാലും പോകുന്നു. അതിലൂടെ പോയാൽ സ്കിഡായി അപകടമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാടിനുള്ളിലൂടെയുള്ള വഴി വളരെ മോശം അവസ്ഥയിലാണ്. അതിനാൽ മെഹുൽ മെയിൻ റോഡ് വഴിയായിരിക്കും പോവുക. മെഹുൽ നഗരത്തിന്റെ ബോർഡർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചേരുന്നു. വിശാലിന്റെ കോഫിയിൽ നീ എന്തിനാ വിഷം ചേർത്തത്? അപ്പോൾ സച്ചിൻ പറഞ്ഞു അവനെ മായങ്ക വിളിക്കുകയും ഇക്കാര്യം ഏൽപ്പിച്ച് പണം നൽകുകയും ചെയ്തുവെന്ന്. കൊലപാതകി എന്റെ അടുത്തുണ്ടായിരുന്നിട്ട് പോലും എനിക്ക് അവനെ പിടികൂടുവാൻ കഴിഞ്ഞില്ല. മെഹുൽ ഉടൻ തന്നെ മായങ്കും ആകാംക്ഷയും ഇരിക്കുന്ന കഫേയിലേക്ക് തിരികെ പോകുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ ആകാംക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മായങ്ക അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയിരുന്നു. നിന്റെ കൂട്ടുകാരൻ മായങ്ക എവിടെ പോയി? സർ, അവന് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ആഹാരം കഴിക്കാൻ പുറത്തേക്ക് പോയതാണ്. ഉടനെ തിരിച്ചു വരും. അയാൾ ഇനി തിരികെ വരില്ല, കാരണം വിശാലിന്റെ കൊല ചെയ്തത് അവനാണ്. മെഹുൽ ഉടൻ തന്നെ മായങ്കിനെ തേടി പുറത്തേക്ക് വിടുന്നു. പക്ഷേ അവനെ ഒരു സ്ഥലത്തും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. കുറെ ദിവസങ്ങൾ കഴിഞ്ഞു. മായങ്കിനെ പിടികൂടുവാൻ സാധിച്ചില്ല. ഒരു ദിവസം മെഹുലിന്റെ സീക്രട്ട് ഏജന്റ് ഒരു ഫോട്ടോ അയച്ചു കൊടുക്കുന്നു. അതിൽ മായങ്കും ആകാംക്ഷയും ഒരു ഹോട്ടലിൽ ഇരിക്കുന്നതായിട്ടാണ്. വെരി വെരി ഇൻട്രസ്റ്റിംഗ്. അതായത് മായങ്കിനെ കുറിച്ച് ആകാംക്ഷയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോൾ ആകാംക്ഷയും ഈ കൊലയുടെ ഭാഗമാണ്. മെഹുൽ വേഗം തന്നെ ആ ഹോട്ടലിലേക്ക് തിരിക്കുന്നു. ആകാംക്ഷയെയും മായങ്കിനെയും പിടികൂടുന്നു. ആകാംക്ഷ, നീ എന്നോട് കള്ളം പറഞ്ഞത് എന്തിനാ? ശരിക്കും എന്താണ് ഉണ്ടായത്? സർ, വിശാൽ വരുന്നതിന് മുൻപ് മായങ്ക് എന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. പക്ഷേ വിശാൽ വന്നതിന് ശേഷം ഞങ്ങൾ വളരെ ആശങ്കാകുലരായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വഴക്ക് കൂടാറുണ്ടായിരുന്നു. അതുകൊണ്ട് അയാളെ കൊല്ലുന്നതിന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തീരുമാനിച്ചതും കോഫിയിൽ വിഷം ചേർത്തതും. കൂട്ടുകെട്ടിൽ പിണക്കവും വഴക്കും ഒക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് ഒരാളെ കൊന്നുകളയുവാൻ ഒരിക്കലും തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ജയിലിൽ പോയിരുന്ന് വഴക്ക് കൂടാം. മെഹുൽ രണ്ടുപേരെയും പോലീസിന് കൈമാറുന്നു. കേസ് സോൾഡ്. ഡിറ്റക്റ്റീവ് മെഹുൽ റോക്സ്.